രേവതി എവിടെ? മുറിയിലുണ്ട്. വേഗം വന്ന്, ഇപ്പൊ തന്നെ മണി 10 കഴിഞ്ഞു. രേവു, രേവു. പെൺകുട്ടികൾ സ്മാർട്ടാകുന്നത് പോളിക്കിഷ്ടമാണ്. പക്ഷേ ആരും പോളിയേക്കാൾ സ്മാർട്ടാകരുത്. തോൽക്കാൻ എനിക്ക് വലിയ മടിയാ. ഇവന്മാർക്കൊക്കെ നല്ലോണം അറിയാതെ ചൊണക്കുട്ടന്മാരാ. അതുകൊണ്ടല്ലേ ഒരു കുഞ്ഞുപോലും അറിയാതെ നീ ഇവിടെ എത്തിയത്. ഇനിയൊന്ന് കാണട്ടെ തെമ്മാടിക്കുട്ടിയുടെ ചൊണ. ആദ്യം നീ എന്റെ കരണത്തടിച്ചു, എല്ലാവരുടെയും മുന്നിൽ വെച്ച്. അപ്പോഴെന്റെ ശരീരമേ വേദനിച്ചുള്ളൂ. ഇപ്പൊ നീ കുത്തി നോവിച്ചത് എന്റെ മനസ്സിനെയാണ്. മൈ ഹാർട്ട്. നിന്നോട് ഞാൻ കെഞ്ചില്ലേ? കേട്ടില്ല, കേട്ടില്ല. നിന്റെ സാമർത്ഥ്യം കൊണ്ട് നശിച്ചത് എന്റെ ജീവിതമാണ്. മൈ ലൈഫ്. സഹിക്കുമോ? ഞാൻ സഹിക്കില്ല. ഇല്ല. I can't bear it.
ഒന്നുമില്ല, എന്തോ ഒരു ദുസ്വപ്നം. സാറ് കിടന്നോ, കിടന്നോ. ദേവു, 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 ദേവു. അയ്യോ, പാല് ദേ തിളച്ച് പൊന്തുന്നു. എന്താ ഇത്? ചൂട് മാത്രമാണെന്ന് അറിഞ്ഞൂടെ? കൈ പൊള്ളിയ? ഓ, എന്ത് പറ്റി ദേവു? ഒന്നുമില്ല, എന്തോ ഒരു വല്ലായ്മ പോലെ. ടെമ്പറേച്ചർ ഇല്ല, ഡോക്ടറെ വിളിച്ച് പറയട്ടെ? വേണ്ട, അത്രയ്ക്കൊന്നുമില്ല. തനിക്കെല്ലാം നിസ്സാര. എന്തെങ്കിലും അസുഖം വന്നാൽ വലുതാകുന്നവരെ വെച്ചോണ്ടിരിക്കും. ദേ, മോൻ അവിടെ കിടന്ന് ബഹളം വെക്കുക. വാ. ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. വളരെ നല്ല കാര്യം. പക്ഷെ കുട്ടിയുടെ അച്ഛൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ആളൊരു മെന്റൽ കേസാ. ഓ കഷ്ടം. ഭ്രാന്തനായ അച്ഛന്റെ കൈകളിൽ നിന്നും ആ കുട്ടിയെ രക്ഷിക്കുക എന്നത് എന്റെ ഒരു ആവശ്യമാണ്. അതിനുവേണ്ടി സാറിനെ സഹായിക്കില്ലേ? എന്റെ ശിഷ്യനൊരാവശ്യം വന്നാൽ ഞാൻ സഹായിക്കാതിരിക്കുമോ? ആരാ ഭ്രാന്തനായ ചന്ദ്രൻ? എന്താണ് അയാളുടെ പേര്? എവിടെയാണ് അയാൾ താമസിക്കുന്നത്? പറയൂ. കല്ലായി. കല്ലായാൽ എന്ത്, മരമായാൽ എന്ത്? അയാളെ ഇപ്പൊ തന്നെ കണ്ടിട്ട് കാര്യം. എന്താ അയാളുടെ പേര്? ഡോക്ടർ കല്ലായി. ആ, എന്താ അയാളുടെ പേരെന്നാ പറഞ്ഞേ? ഡോക്ടർ കല്ലായി. ഡോക്ടർ കുഞ്ഞുമോൻ കുഞ്ഞമ്മ കല്ലായി. മകൾ ഡന്ന. അതെ. എടീ, ഈ നീർക്കോലി പറഞ്ഞ ശരിയാണോ? ഡാഡി, അദ്ദേഹത്തെ അങ്ങനെ വിളിക്കരുത്. അദ്ദേഹമോ? അതെ, സ്നേഹിച്ച് കല്യാണം കഴിക്കാത്തത് കൊണ്ടാ ഡാഡി മമ്മി ഇടയ്ക്കിടയ്ക്ക് പിണങ്ങി പോകുന്നതെന്ന് ഇച്ചാൻ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. വെരി ഗുഡ്, മിടുക്കൻ. താങ്ക് യു. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എന്റെ 79ാമത്തെ കൃതിയായ മൈ പാരാസീനിയ എന്ന പുസ്തകത്തിന്റെ ഒരു പ്രതി വായിക്കാൻ തരാം. പുതിയ പ്രതിയാണോ? ലേഡീസ് സ്കീമിയ അഥവാ തന്തയില്ലായ്മ എന്ന ഈ രോഗത്തെ കുറിച്ച് ഞാൻ ഒരു ടീച്ചർ എഴുതാൻ പോവാണ്. പെട്ടിലെല്ലാം എടുത്തു വെച്ചില്ലേ? ബാലു ഇപ്പോൾ അവിടെ കിടന്ന് ബഹളം വെക്കുകയായിരിക്കും. സിംഗപ്പൂരിൽ ഇറങ്ങിയാലുടൻ എയർപോർട്ടിൽ നിന്നെ ഞാൻ വിളിക്കാം. അച്ഛനോടും അമ്മയോടും ഇവിടെ വന്ന് നിൽക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. തന്റെ ഈ മൂഡൌട്ട് കണ്ടാ തോന്നുമല്ലോ ഞാൻ ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത പോക്കാണെന്ന്. കൂടിയാൽ 2 ആഴ്ച, അതിനകം ഞാനിങ്ങ് എത്തില്ലേ. തന്നെ വിട്ടുപോകാൻ മനസ്സ് വരുന്നില്ല അച്ചു. പണ്ടൊക്കെ പോയ വഴി, വന്നാൽ ആ വഴി. ഇപ്പൊ എവിടെ പോയാലും തന്റെ വിചാരം. മടങ്ങുമ്പം തനിക്ക് എന്താ കൊണ്ടുവരണ്ടേ? ഒന്നും വേണ്ട, വേഗം ഒന്ന് വന്നാ മതി. അല്ല, ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ. അപ്പുറത്തുനിന്ന് അവരെല്ലാം ഇങ്ങെത്തി. ആ, ഞാൻ വരുന്നവരെ പങ്കമ്മ ഇവിടെ ഉണ്ടാവണം. കൊള്ളാം, അത് പിന്നെ പറയണോ? അശ്വതി എടുത്തു ഞാൻ എങ്ങും പോവില്ല. ആ മോനെ, ഇവിടെ കിട്ടുന്ന പോലെ എണ്ണയും കുഴമ്പും അവിടെ കിട്ടുമോ? പിന്നെ ഇതിനേക്കാൾ നല്ലത് കിട്ടും. ആ,
എന്നാ 1 മാസത്തേക്ക് എണ്ണയും കുഴമ്പും കൊണ്ടുവരണം. ആ നേരത്തിനും കാലത്തിനും എത്തണ്ടേ? ഹെവി ട്രാഫിക് ഉള്ള സമയാ. കേറിക്ക്. ഒരു സെക്കൻഡ്, ഞാൻ ഇപ്പൊ വരാം. മോനെ എന്താ എന്തെങ്കിലും മറന്നിട്ടുണ്ടാവും. അശ്വതി, ആ ഇപ്പൊ വരവേ. കുട്ടൻ പിള്ളേ. എന്താ ഗോപു? ഹേയ്.